വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും യേശുനാമത്തിൽ ഏറെ സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം 1 പത്രോസ് 2:24 വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ കർത്താവിനെ പ്രതി എല്ലാ മാനുഷിക അധികാരങ്ങൾക്കും വിധേയരായിരിക്കുവിൻ. നാം എല്ലാവരും പല അധികാരികളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. ചില അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നവരും ഇത് ശ്രവിക്കുന്നുണ്ടാവാം. ഒരു അനുഭവത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് എന്നെ സമീപിച്ച് ചോദിച്ചു, മാഡം, ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു സമരം സംഘടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നോട് സംസാരിച്ച യുവാവ് ഏറെ ഉയർന്ന പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല ആ ക്ലാസിൻ്റെ ലീഡർ കൂടെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ യുവാവ് വീണ്ടും പറഞ്ഞു, ഞങ്ങൾക്ക് പഠനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ഇല്ല. സംഭവം സത്യം തന്നെയാണ്. അടിസ്ഥാനപരമായ ചില സൗകര്യങ്ങളുടെ അഭാവം ഇവരുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഏറെ നാളായി ഈ കാര്യം അധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല പരാതി എഴുതി പ്രിൻസിപ്പലിൻ്റെ അടുക്കൽ കൊടുക്കുകയുമുണ്ടായി. എന്നാൽ നാളിതുവരെ യാതൊരു മാറ്റവും അപ്പോൾ പൊയ്ക്കൊണ്ടിരുന്ന പഠന സൗകര്യങ്ങളിൽ ഉണ്ടായില്ല. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെല്ലാം കുറച്ചൊന്ന് ഇറിറ്റേറ്റഡായി. ഇനി അടുത്ത ഒരു സമര നടപടിയിലേക്ക് കടക്കാം എന്ന് തീരുമാനിക്കുകയുണ്ടായി. വിദ്യാർത്ഥി യൂണിയൻ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കോളേജ് ക്യാമ്പസിലാണ് ഈ പറഞ്ഞ സംഭവം നടന്നത്. ഞാൻ സംസാരിച്ചുകൂടെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊരു തീരുമാനമെടുക്കാം. അപ്പോൾ യുവാവ് എന്നോട് പറഞ്ഞു, ഇനി തീരുമാനം എടുക്കാനുള്ള സമയമൊന്നുമില്ല. നാളെ രാവിലെ 10:30 മണിക്കാണ് HOD അറിയാതെ പുള്ളിയുടെ ഓഫീസിലേക്ക് കടന്നു ചെന്നിട്ട് ഘെരാവോ ചെയ്യുന്നത് പോലെ ഒരു സമരമുറ പരീക്ഷിക്കാനായി ക്ലാസ് മൊത്തത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറെ പ്രാർത്ഥിച്ച് ബൈബിൾ ഒന്നെടുത്ത് വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞൊരു പള്ളിമുറ്റത്ത് വെച്ച് തന്നെ ഈ കാര്യത്തെപ്പറ്റി ഞങ്ങൾ ചെറിയ ഒരു ചർച്ച നടത്തിയപ്പോൾ ചില ബൈബിൾ വചനങ്ങൾ ലഭിക്കുകയുണ്ടായി. അത് പ്രധാനമായും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സമയം ലഭിച്ചത്. അതിൻ്റെ ഉള്ളിലെ ഒരു വചനം ഞങ്ങളെ രണ്ടുപേരെയും ഏറെ സ്പർശിച്ചു. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, റോമ 13:1, ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല, നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഞാൻ പറഞ്ഞു, കർത്താവ് പറയുന്നു അധികാരത്തിനെതിരെ നാം സമരം ചെയ്യാൻ പാടില്ല എന്ന്. യുവാവ് ധർമ്മസങ്കടത്തിലായി
എല്ലാവരെയും കൂട്ടി പിറ്റേ ദിവസം സമരമുറകളിലേക്ക് കടക്കാനിരുന്നപ്പോഴാണ് ബൈബിളിൽ നിന്ന് ഇങ്ങനെ ഒരു വചനം ലഭിച്ചത്. ഞാൻ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ പറയുന്നു, ആലോചിച്ച് പ്രാർത്ഥിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പ്രിയപ്പെട്ടവരെ, രാത്രി ഏകദേശം ഒരു 10:30 മണിയായപ്പോൾ ഈ യുവാവ് എന്നെ വീണ്ടും ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ തീരുമാനിച്ചു, നാളെ കോളേജിൽ പോകുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായി പിറ്റേ ദിവസം രാവിലെ പേപ്പറിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതായി, രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ഒരു അത്യാഹിതം സംഭവിച്ചതിനാൽ എല്ലാ കലാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതായി കണക്കാക്കുകയും ഈ യുവാവ് ഒരിക്കൽ കൂടെ നേരിട്ട് HOD കണ്ട് ഈ ആവശ്യം പറഞ്ഞ്, അല്ലാത്ത പക്ഷം എല്ലാവരും സമരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് എന്ന കാര്യം അറിയിക്കാനും ഇടയായി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ഫലം കണ്ടു. മേലധികാരികൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാനുള്ള ഒരു അനുഗ്രഹം അത്ഭുതകരമായി ആ യുവാവിന് കൊടുക്കുകയും ചെയ്തു. ഇനിയും മറ്റൊരു സംഭവം എൻ്റെ ഏറെ വർഷങ്ങളായുള്ള അധ്യാപന ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ തന്നെ ഒരു പെൺകുട്ടി ഹോസ്റ്റൽ സംബന്ധമായിട്ടുള്ള ചില പൊതു നിയമങ്ങൾക്ക് എതിരായി പ്രതികരിക്കാൻ നിർബന്ധിതയായി. കാരണം വിവാഹത്തെ തുടർന്നുള്ള ഒരു ആവശ്യത്തിൽ ഹോസ്റ്റൽ നിയമങ്ങൾക്ക് പൊതുവായിട്ട് അനുസരിക്കാൻ സാധിക്കാത്ത രീതിയിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഏറെ പ്രശ്നങ്ങൾ ആ കോളേജിൽ ഉണ്ടാക്കാനിടയായി. നേരിട്ട് ഈ പെൺകുട്ടിക്ക് അതിലെ യാതൊരു ബന്ധവുമില്ലെങ്കിലും വീട്ടുകാരുടെ ശക്തമായ രാഷ്ട്രീയ സ്വാധീനവും മറ്റ് ഇടപെടലുകളും നിമിത്തം പൊതുനിയമങ്ങൾക്കെതിരായി ഒരു തീരുമാനം എടുക്കാൻ പ്രിൻസിപ്പലിനും ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഏറെ ശുപാർശകൾ ഉണ്ടായിട്ടും പൊതു നിയമങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കാൻ പ്രിൻസിപ്പാൾ നിർബന്ധിതയാകുകയും ഈ പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് താമസം മാറ്റാൻ ഇടയാകുകയും ചെയ്തു. എന്നാൽ ടീച്ചേഴ്സിൽ പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് മനസ്സിലായി ആ പ്രശ്നത്തിൻ്റെ തീവ്രത എന്തുമാത്രമെന്നും ആ കോളേജിൻ്റെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന പ്രിൻസിപ്പൽ ഏതെല്ലാം സമ്മർദ്ദങ്ങൾക്കിടയിലൂടെ കടന്നു പോകേണ്ടി വന്നുവെന്നും. എനിക്ക് നേരിട്ട് യാതൊരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നിട്ട് കൂടെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ക്ലാസ് ടീച്ചറായിരുന്ന ക്ലാസ്സിൽ വരികയും യാദൃച്ഛിക ഈ കുട്ടിയുമായിട്ട് സംസാരിക്കാനിടയായപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി കടുത്ത ശ്വാസം മുട്ടലും വലിവും അടിക്കടി അനുഭവിക്കുന്ന ഒരു കുട്ടിയായി ഈ കുട്ടി എന്നോട് ആ പ്രശ്നം പറയുകയും ചെയ്തു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഏകദേശം 3 വർഷത്തിന് മുമ്പ് നടന്ന ഈ സംഭവം ഓടിയെത്തുകയുണ്ടായി. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടിയായതിനാലും ഏറെ നല്ല സ്വഭാവ ഗുണങ്ങൾ കൈവശം വെച്ചിരുന്ന ഒരു കുട്ടിയായതിനാലും സംസാരിച്ചതിൻ്റെ ഇടയിൽ സ്വകാര്യമായി ഞാൻ ഈ കുട്ടിയോട് സൂചിപ്പിച്ചു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്ന ഒരു പ്രിൻസിപ്പലിനെ തൻ്റെ അന്നത്തെ പ്രശ്നം ഏറെ ബാധിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ത് കാരണത്താലായാലും നമ്മുടെ മേലധികാരികൾക്ക് വിധേയരായി പോകുന്നതാണ് നല്ലത് എന്നതിനാൽ തന്നെ ഇത്രയും നാളും ഇല്ലാതിരുന്ന ഈ ഒരു അസുഖം തനിക്ക് ബാധിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈ ഒരസുഖത്തിന് മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതും ഈ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പെൺകുട്ടി എന്നോട് പറഞ്ഞു, മാഡം, ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല പ്രിൻസിപ്പലിന് ഇത് ഇത്രയേറെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായി മാറിയെന്ന്.
എനിക്ക് വീട്ടുകാരെ അനുസരിക്കാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മാഡം പറഞ്ഞതുപോലെ ഞാൻ ദൈവസന്നിധിയിൽ ഇതിന് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരണം ആ പ്രധാന അധ്യാപിക ആ സ്ഥാപനത്തിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് ജോലിക്കായി പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതുവരെ ഇൻഹെയിലർ ഉപയോഗിക്കുകയും ഏകദേശം മാസത്തിൽ ഒരു ദിവസമെങ്കിലും കൃത്യമായി ക്ലാസ്സിലും ഒക്കെ വരാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത ആ കുട്ടി അതിനുശേഷം ധൈര്യമായി ആ ഇൻഹെയിലർ ഉപേക്ഷിക്കുകയും ശ്വാസം മുട്ടലും വലിവും എന്ന അസുഖം ആ കുട്ടിയിൽ നിന്ന് ദൈവം പൂർണ്ണമായി എടുത്തു മാറ്റുകയും ചെയ്തു. എൻ്റെ അധ്യാപന ജീവിതത്തിൽ പല ക്ലാസ്സുകളിലും ഞാൻ ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാറുണ്ട്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. അധ്യാപകര്, ഗുരുക്കന്മാര്, മാതാപിതാക്കൾ ഇവരുടെ എല്ലാം അനുഗ്രഹം നമുക്കുണ്ടാകേണ്ടത് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് ഏറെ അത്യന്താപേക്ഷിതമാണെന്നും എന്തെല്ലാം പുരോഗമനങ്ങളുടെ പേരിൽ കാര്യങ്ങൾ നടന്നാലും ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന നാം, അതൊരു വിദ്യാർത്ഥിയാണെങ്കിലും അധ്യാപകനാണെങ്കിലും ഏത് തുറയിൽപ്പെട്ട ആളാണെങ്കിലും മേലധികാരികൾക്ക് വിധേയരായി ദൈവവചനമനുസരിച്ച് മുന്നോട്ട് പോകണമെന്നും ഉള്ള ഒരു ചെറിയ ഉൾക്കാഴ്ച പകർന്നു കൊടുക്കുന്നതിനാണ് ഞാൻ ഇത് ഉപയോഗിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ചിന്തകളെ രൂപപ്പെടുത്താം. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവർ ബൈബിൾ വചനം അനുസരിച്ച് വേണം അധികാരങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളതും. വിധേയത്വത്തിനെ കുറിച്ചുള്ള ഏതാനും വചനങ്ങൾ കൂടെ ഉണ്ട്. 2 തരത്തിലേക്ക് ഇന്ന് നാം അതൊന്ന് കാണാൻ പോവുകയാണ്. ഒന്ന്, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അത്യാവശ്യ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉള്ള സ്ഥലത്ത് ഉള്ള മേലധികാരികൾക്ക് വിധേയരായിരിക്കുന്നതിനെ കുറിച്ചും ആത്മീയ കാര്യങ്ങളിൽ വിധേയത്വം പാലിക്കുന്നതിനെ കുറിച്ചും നമുക്ക് വചനങ്ങളിലേക്ക് കടക്കാം. വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാം വചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ ദൈവത്തിന്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ. നമ്മൾക്ക് മേലധികാരികളോട് പ്രതികരിച്ചു കഴിയുമ്പോൾ മനസ്സിൽ എന്തോ ഒരു കുത്തല് അനുഭവപ്പെടാറില്ലേ? ദൈവവചനം ഇത് തന്നെയാണ് നമ്മോട് പറയുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 17-ാം വചനം വീണ്ടും ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ടീച്ചറായി വർക്ക് ചെയ്യുന്ന ഈ സമയത്ത് പലരും പറയാറുണ്ട്, ഇന്നത്തെ ജനറേഷൻ പഴയ ജനറേഷനേക്കാൾ ഒരുപാട് മാറിയിരിക്കുന്നു. നമ്മൾ പഠിപ്പിക്കാനുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക, ബാക്കി ശിക്ഷണ നടപടികളിലേക്കും ഒന്നും കടക്കാനായിട്ട് ഇന്നത്തെ സാഹചര്യം അനുവദിക്കുന്നില്ല. അപ്പോൾ ടീച്ചർമാരും മറ്റൊരു മനോഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഠിപ്പിക്കാനുള്ളത് പഠിപ്പിക്കുക, ബാക്കി കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും കൊടുക്കണ്ട എന്ന്. എന്നാൽ അടിസ്ഥാനപരമായി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വർഷം 60 സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ 24 സ്റ്റുഡൻസിനെ നമുക്ക് കർത്താവ് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അവരിൽ ഒരാൾ പോലും നശിച്ചു പോകുന്നത് ദൈവമായ കർത്താവിന് ഇഷ്ടമില്ലല്ലോ. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടില്ലെങ്കിലും തീർച്ചയായും ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ കോളേജിന്റെ വർക്കിംഗ് ടൈം അല്ലാത്ത ഒരു സമയത്ത് വെളിയിൽ വെച്ച് ഈ കുട്ടിയെ അത്ര നല്ലതല്ലാത്ത അവസ്ഥയിൽ കണ്ടാലും ഇപ്പോൾ 90% അധ്യാപകരും ചോദിക്കാൻ പോകാറില്ല. കാരണം വ്യക്തി സ്വാതന്ത്ര്യം ഒക്കെ കിടപിടിച്ച് നിൽക്കുന്ന ഒരു
ജനറേഷനിലാണല്ലോ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എത്ര പ്രായപൂർത്തിയാണ് ആയിക്കഴിഞ്ഞു എന്ന് അവകാശപ്പെട്ടെങ്കിലും കുട്ടികൾക്ക് ചില കാര്യങ്ങളിൽ അറിവില്ലാത്തത് തിരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ടീച്ചർമാർക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അടുത്ത ഒരു വചനം ഇങ്ങനെ പറയുന്നു. കൊളോസാസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വചനം. നിങ്ങളുടെ ജോലി എന്ത് തന്നെയായാലും മനുഷ്യരെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. ശിക്ഷണമെല്ലാം തൽക്കാലത്തേന് വേദനാജനകമാണെങ്കിലും കുറെ നാളുകൾക്ക് ശേഷം അതിൻ്റെ ഫലമുണ്ടാകുമെന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. കറക്റ്റ് ചെയ്യുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. എങ്കിലും നാം ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവിനെ സേവിക്കുന്നത് പോലെ തന്നെ ചെയ്യണം എന്നാണ് വചനം അനുശാസിക്കുന്നത്. വീണ്ടും 1 പത്രോസ് 2-ാം അധ്യായം 18-ാം വചനം ഇങ്ങനെ പറയുന്നു. ഭൃത്യന്മാരെ, നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആരായിരുന്നാലും എല്ലാ ആദരവോടും കൂടെ അവർക്ക് വിധേയരായിരിക്കുവിൻ. ചില സമയം നാം ചിന്തിക്കാറുണ്ട്, പ്രത്യേകിച്ചും കാര്യമൊന്നുമില്ല, എന്നാലും നമ്മളോട് അന്യായം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ നാം എതിർക്കണ്ടേ എന്നൊരു ചിന്ത വന്നാലും മാതാപിതാക്കൾ ഒരു കാരണം കൂടാതെ നമ്മളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈ വചനം എന്നെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. കർത്താവ് അത് തെളിയിച്ചോളും. നാം വിധേയത്വത്തോടെ നിന്നാൽ ഒരു കാലത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയുക തന്നെ ചെയ്യും. നമുക്ക് വചനം അനുസരിക്കുന്നവരാകാം. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 5-ാം തിരുവചനം. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. എൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു പാഠമുണ്ട്. മേലധികാരികളോട് ധിക്കരിച്ച് സംസാരിക്കരുത് എന്നത്. എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും ആ ഉപദേശം ഇന്നും ഞാൻ മുറുകെ പിടിക്കാറുണ്ട്. എന്നാൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, പഴയ കാലമല്ലല്ലോ ഇപ്പോഴത്തെ കാലം, നമ്മളോടൊരു അന്യായം ചെയ്യുമ്പോൾ എന്തായാലും നമുക്കത് തിരിച്ച് പറയേണ്ടത് ആവശ്യമില്ലേ? ചില സമയത്ത് നമ്മൾ പറയാൻ നിർബന്ധിതരായാൽ കൂടെ ഏറെ വിനയത്തോടും എളിമയോടും അവർക്ക് മുറിവുണ്ടാകാത്ത രീതിയിൽ ആ കാര്യം അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു. 1 സാമുവേൽ 24-ാം അധ്യായം 8-ാം തിരുവചനം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാസേജാണിത്. ദാവീദ് സൗളിന്റെ ഉപദ്രവങ്ങളെല്ലാം സഹിക്കാൻ വയ്യാതെ ആയിട്ട് കൂടെ യജമാനനെ എന്ന് വിളിച്ച് എത്ര എളിമയോടെയാണ് പെരുമാറുന്നത്. നമുക്കേവർക്കും ആ ഒരു അധ്യായം വായിച്ചാൽ ദാവീദ് എത്ര മാതൃകാപരമായിട്ടാണ് പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വചനത്തിൽ ഇങ്ങനെ പറയുന്നു. ദാവീദ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി, എൻ്റെ യജമാനനായ രാജാവേ എന്ന് പുറകിൽ നിന്ന് വിളിച്ചു. ഏറെ ദ്രോഹിച്ചിട്ടും യജമാനനായ രാജാവേ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തത്. വീണ്ടും സാവൂൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു. എത്രമാത്രം ദ്രോഹിച്ചിട്ടും യജമാനൻ എന്ന സ്ഥാനം, ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന സ്ഥാനം ദാവീദ് മറന്നു കളഞ്ഞില്ല എന്ന് നമുക്ക് ഏവർക്കും മാതൃകാപരമായി ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. സഭാപ്രസംഗന്റെ പുസ്തകം 10-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു. രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം. വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും. തീർച്ചയായും അധ്യാപന രംഗത്തെല്ലാം പ്രവർത്തിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഗുരുത്വം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഒരു ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിയായിരിക്കണമെന്നില്ല ഏകദേശം 10-20 വർഷങ്ങൾക്ക് ശേഷം പല സ്ഥാനങ്ങളെയും അലങ്കരിക്കുന്നത്. പക്ഷെ അതൊരു സാധാരണ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഗുരുത്വവും ദൈവാനുഗ്രഹവുമുള്ള ആളുകൾ ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ഗുരുത്വം നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ എൻ്റേതായിട്ടുള്ള വാക്കുകളിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് താനും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ആത്മീയമായിട്ടുള്ള വിധേയത്വവും ആവശ്യമാണ്. വചന പ്രഘോഷകരും ധ്യാന കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെ തങ്ങളുടെ മേലധികാരികൾക്ക് പൂർണ്ണമായി എപ്പം വിധേയപ്പെട്ട് തങ്ങളുടെ ജോലി കർത്താവിൽ ചെയ്യുന്നോ അപ്പോഴാണ് അവർ ഉത്തരോത്തരം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതും കൃപയാൽ നിറയുന്നതും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ രീതിയിലുള്ള കുറച്ച് വചനങ്ങളിൽ കൂടെ ഒന്ന് പെട്ടെന്ന് കടന്നു പോകാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വചനം ഇങ്ങനെ പറയുന്നു: അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. വിശ്വാസത്തിന്റെ വിധേയത്വമാണ് കൃപ ഒഴുകാൻ കാരണമാകുന്നത്. 1 Corinthians 9-ാം അധ്യായം 20-ാം വചനം ഇങ്ങനെ പറയുന്നു: യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി, നിയമത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ല എന്നിരിക്കലും ഞാൻ അവരെ പോലെയായി. വിധേയത്വം മൂലം അനേക ആത്മാക്കളെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. 1 Corinthians 11-ാം അധ്യായം 32-ാം വചനം ഇങ്ങനെ പറയുന്നു: എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നാം ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ചില പരീക്ഷണങ്ങളിൽ കൂടെ നാമും കടന്നുപോയിക്കൊണ്ടേയിരിക്കും. 1 Corinthians 14-ാം അധ്യായം 32-ാം വചനം ഇങ്ങനെ പറയുന്നു: പ്രവാചകന്മാരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയരാണ്. ശാന്തതയോടെ വിധേയത്വം പാലിക്കേണ്ട അവസരങ്ങൾ പ്രവാചകർക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. 2 Corinthians 9-ാം അധ്യായം 13-ാം വചനം ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിന്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും. വിധേയത്വം അനേകം ആളുകളെ ദൈവത്തിലേക്ക് നമ്മിലൂടെ ആകർഷിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. തീത്തോസ് 1:10 ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ വിധേയത്വമില്ലാത്തവരെ അർത്ഥശൂന്യമായി സംസാരിക്കുന്നവരും വഞ്ചകരുമായി അനേകർ അവരുടെ ഇടയിലുണ്ട്. വീണ്ടും ഫിലമോൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വചനം ഇങ്ങനെ പറയുന്നു: നിന്റെ വിധേയത്വത്തിൽ വിശ്വസിച്ചുകൊണ്ടും ഞാൻ ആവശ്യപ്പെടുന്നതിലധികം ചെയ്യുമെന്നറിഞ്ഞുകൊണ്ടുമാണ് ഞാനിത് എഴുതുന്നത്. വിധേയത്വം ദൈവത്തിന് തന്നെ കീഴ്പ്പെടുന്നതാണ് എന്ന് ഈ വചനം പറയുന്നു. ജ്ഞാനം 1:9 വീണ്ടും പറയുന്നു: അധർമ്മിയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. അവന്റെ വാക്കുകൾ കർത്താവിന്റെ മുമ്പിൽ വരും. അത് അവന്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും. അനേകം വചനങ്ങൾ ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങളായിട്ടുള്ള അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനങ്ങൾ നമ്മെ ഏറെ നയിക്കും എന്നതിൽ സംശയമില്ല. വീണ്ടും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 21-ാം വചനം ഇങ്ങനെ പറയുന്നു. ഹാഗാറിന്റെയും സാറയുടെയും ഒക്കെ കാര്യം പറയുമ്പോൾ പറയുന്നതാണ്: നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ, നിങ്ങൾ നിയമം അനുസരിക്കുന്നില്ലേ? വീണ്ടും ഒരു വചനം കൂടെ പറയുകയാണ്. എഫേസോസ് 5:21 വചനം ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും. പ്രിയപ്പെട്ടവരെ, ലൗകിക കാര്യങ്ങളിലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും വിധേയരായിരിക്കാനും കർത്താവിന് പ്രതി മേളിലുള്ള എല്ലാ അധികാരങ്ങൾക്കും വിധേയരായി അനുസരിക്കുന്നതിനും ഇന്നത്തെ മാറുന്ന കാലഘട്ടത്തിൽ ബൈബിൾ എന്തു പറയുന്നെന്നും നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നും ഈ വചനങ്ങൾ നമ്മെ നയിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ ദൈവമേ, ഈ സമയം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു.
ഈശോയെ അങ്ങ് വചനത്തിലൂടെ ഞങ്ങളുടെ ലൗകിക അധികാരികൾക്കും ആത്മീയ അധികാരികൾക്കും വിധേയരായിരിക്കാൻ ഇന്ന് ഞങ്ങളോട് പറയുകയായിരുന്നല്ലോ. കർത്താവെ, കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറുമ്പോൾ വചനമനുസരിച്ച് വ്യാപരിക്കാൻ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിധേയത്വത്തിൻ്റെ ദൈവകൃപ ഞങ്ങളിൽ സമൃദ്ധമായി അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കാനും ഞങ്ങളുടെ കീഴിൽ വരുന്ന മക്കളുടെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനും തക്ക രീതിയിൽ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയ അധികാരികൾക്ക് പൂർണ്ണ വിധേയത്വം പ്രഖ്യാപിക്കാനുള്ള കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും ക്ഷമിച്ച് ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിലും മേഖലയിലും അങ്ങ് നൽകുന്ന അധികാരങ്ങളും അങ്ങിൽ നിന്നാണെന്ന് മനസ്സിലാക്കി പൂർണ്ണമായും വിധേയപ്പെട്ട് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ട കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ നിയോഗങ്ങളുള്ള മക്കളുടെ നിയോഗങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.